ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വല്യേട്ടൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇന്ന് അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മികച്ച പ്രതികരണം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും ഒരു ചോദ്യം നിൽക്കുകയാണ്. ഒരു റീ റിലീസായിട്ട് 24 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒട്ടുമിക്ക ദിവസങ്ങളിലും ജനങ്ങൾ കാണുന്ന ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ 1 കോടിയെങ്കിലും നേടാൻ കഴിയുമോ എന്നുള്ളത്. 1 കോടിയെങ്കിലും നേടണം എന്നുള്ളത് തന്നെയാണ്. അത് ഫാൻസിലേക്ക് തന്നെയാണ് വിടുന്നത്. കാരണം ഫാൻസ് വിചാരിച്ചാൽ മാത്രമേ ഈ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ വരികയുള്ളൂ. എന്താണേലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ തീർച്ചയായും അർഹമാണ് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ളത്. മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് റിലീസ് ചെയ്തിരുന്നു. അതിലേറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴായിരുന്നു. മണിച്ചിത്രത്താഴ് മലയാള സിനിമയുടെ ഏടുകളിലെ ഏറ്റവും മികച്ച നമ്പർ 1 സിനിമകളിൽ എപ്പോഴും നിൽക്കുന്ന ആദ്യ 10 സിനിമകൾ ഏത് കാറ്റഗറിയിൽ എടുത്താലും അതിൽ മണിച്ചിത്രത്താഴ് വരും എന്നുള്ളതാണ്. ആ സിനിമ അത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും എപ്പോഴൊക്കെ വന്നാലും നമ്മൾ തിയേറ്ററിലെല്ലാം കാണണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അതിപ്പോൾ യൂട്യൂബിലാണേലും ടി വിയിലാണേലും ഒന്ന് നോക്കാതെ ആരും പോവില്ല ആ ഒരു സിനിമ. കാരണം അത്രത്തോളം ക്ലാസിക് സിനിമയാണ് മണിച്ചിത്രത്താഴ്. ആ സിനിമയ്ക്ക് പോലും 1 കോടിക്ക് ജസ്റ്റ് മുകളിലുള്ള ചെറിയ എമൗണ്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതായത് ഒരു മലയാള സിനിമയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയാൻ പറ്റുന്ന ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴിന് പോലും ലഭിച്ചത് അങ്ങനെയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച മാസ് ആക്ഷൻ എലിമെൻറ്റോട് കൂടിയ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം നമുക്കറിയാം അന്ന് തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചതാണ്. പ്രകമ്പനം സൃഷ്ടിച്ച പല സിനിമകൾക്കും റീ റിലീസിൽ അത്ര കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ 10-20 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ തന്നെ ഒരു പോലീസ് സ്റ്റോറി ഇതേപോലെ തന്നെ റീ റിലീസ് ചെയ്തിരുന്നു. അന്ന് എറണാകുളത്ത് ഏകദേശം 50 ദിവസത്തോളം നിറഞ്ഞ സർവീസിലാണ് ആ റീ റിലീസിൽ സിനിമ. അത് മമ്മൂട്ടിയുടെ മാത്രമല്ല, പലപ്പോഴായി അങ്ങനെ പല സിനിമകളും വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്താണേലും ഇന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ യൂട്യൂബും എല്ലാം സജീവമായ സമയത്ത് ഇങ്ങനെ നടക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഒരു മമ്മൂട്ടി പടം റീ റിലീസിന് എത്തുമ്പോൾ പോലും ചില ഡീഗ്രേഡർമാർക്ക് ഭയങ്കരമായിട്ടുള്ള ഭയമാണ്. അവർ ഈ സിനിമയെ ഇവിടം തൊട്ട് പുതിയ ചൂണ്ടയെറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ കളക്ഷൻ ഒരു ഭീകര എമൗണ്ടിലേക്ക് കാണിച്ച് ഇന്ന് പല നായകന്മാരുടെയും നമ്പർ 1 സിനിമ എന്ന് പറയുന്ന സിനിമകൾക്ക് പോലും 10 കോടി നേടാൻ കഴിയാത്ത സ്ഥലത്ത് ഒരു റീ റിലീസ് സിനിമയ്ക്ക് 10 കോടി വരുമോ എന്നൊക്കെ ചോദിച്ച് ആളുകളിലേക്ക് അത് ഇടുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അതിനെ പിന്നീട് ഡീഗ്രേഡ് ചെയ്യുക. അത് സ്ഥിരം പലരുടെയും പരിപാടികളാണ്. എന്നിട്ട് ഇത്ര എമൗണ്ട് കിട്ടിയില്ലല്ലോ, വലിയ രീതിയിൽ ഇതായല്ലോ. എന്താണെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന ഇത്രേ ഉള്ളൂ. വല്യേട്ടൻ 1 കോടി തന്നെ നേടിയാൽ വലിയ കാര്യമാണ്. അതിലെല്ലാം ഫാൻസ് പവർ തന്നെയാണ് തെളിയാൻ പോകുന്നത്. പ്രത്യേകിച്ച് റീ റിലീസ് വരുമ്പോഴത്തേക്ക് ആളുകൾ അത്ര കണ്ടങ്ങ് പോകാറില്ല. ചിലപ്പോൾ ഭാഗ്യം വീണ് അല്ലെങ്കിൽ ഭാഗ്യം പോലെയുള്ള ഒരു സിനിമകൾക്ക് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. അത് സമീപകാലത്ത് മോഹൻലാലിൻ്റെ വമ്പൻ പരാജയമായ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുകയും അത് ഒരു 4 കോടിയോളമാണ് അതിന് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ഏറ്റവും വലിയ റെക്കോർഡായിട്ടും നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് വേറെ ഒരു സിനിമയ്ക്കും കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യവും കൂടെ എടുത്ത് പറയാം. എന്താണേലും നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് വല്യേട്ടന് 1 കോടി 1.5 കോടി കിട്ടുകയാണെങ്കിൽ തന്നെ വലിയ സംഭവമാണ്. അത് വലിയൊരു സക്സസ് ആണ്. റീ റിലീസ് 4Kയിലേക്ക് വരുമ്പോൾ ഉള്ള ചുരുങ്ങിയ കോസ്റ്റിലൂടെ പ്രൊഡ്യൂസർക്ക് കാശ് നേടാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത്. നമ്മൾ മണിച്ചിത്രത്താഴ് പോലെയുള്ള സിനിമയുടെ പരസ്യം നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴും ട്രെയിനുകളിലുണ്ടായിരുന്നെങ്കിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ചില ട്രെയിനുകളിലേക്ക് വരുന്നു. അതിന് എഡിറ്റഡ് ആണോ എന്നൊന്നും അറിയില്ല. എന്താണേലും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്യട്ടെ. കേരളത്തിൽ 80ഓളം തിയേറ്ററുകളിൽ മാത്രമായിരിക്കും സിനിമ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായ വിവരം. ഒരു പക്ഷേ 100 വരെ എത്തും എന്നുള്ളതാണ് അമ്പലക്കര ഫിലിംസ് തന്നെ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് ഒരു റീ റിലീസ് പറയുന്നുണ്ട്. അത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും പ്രതീക്ഷിക്കുകയാണ്. 1 കോടിക്ക് മുകളിൽ ഈ സിനിമ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ മമ്മൂട്ടി ഫാനാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. സാധാരണക്കാരൻ അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ഒരു ഫാനേ അല്ല, എതിരാളിയും അല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എത്ര ഈ സിനിമ നേടും എന്നുള്ളതാണ്. എന്താണേലും നല്ല ഒരു സിനിമ തന്നെയാണ്. വീണ്ടും കാണുമ്പോൾ നമുക്ക് വീണ്ടും തൃപ്തിയാവട്ടെ. എന്തായാലും ട്രെയിലർ നല്ല തൃപ്തി നൽകുന്നത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.